അപകടങ്ങളും മരണങ്ങളും മലപ്പുറം ജില്ലയിൽ തുടർക്കഥയാകുകയാണ്. നിയമം തെറ്റിച്ചാണ് പല വാഹനങ്ങളും നിരത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ 12 ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്തത്. ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ 2 സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾക്കെതിരെയും അധികൃതർ നടപടിയെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് തിരൂർ സ്ക്വാഡ് തിരുനാവായിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ 2 സ്കൂൾ ബസ്സുകളാണ് പിടിച്ചെടുത്തത്. സ്പീഡ് ഗവർണർ പ്രവർത്തിക്കാത്തതും തേഞ്ഞു തീരാറായതുമായ ടയറുകൾ ഘടിപ്പിച്ചതും സീറ്റുകൾ ഇളകിയ നിലയിലുമായ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. ഡോർ അറ്റൻഡർ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഹാൻഡ് ബ്രേക്ക് പ്രവർത്തിക്കാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കേസെടുത്തു. റോഡിന്റെ വിപരീത ദിശയിൽ വാഹനം ഓടിച്ചവർക്കെതിരെയും രജിസ്ട്രേഷൻ നമ്പർ ബോധപൂർവം തിരുത്തി 2 വീലർ ഉപയോഗിച്ചിരുന്ന വാഹന ഉടമയ്ക്കെതിരെയും കേസെടുത്തു. ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നോട്ടീസ് നൽകി. വാഹനത്തിൽ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസർ ഫിറ്റ് ചെയ്ത വാഹനം ഉടമയ്ക്കെതിരെയാണ് മറ്റൊരു കേസ്. വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച AI ക്യാമറകളിൽ പെടാതിരിക്കാൻ ഇടവഴികളിലൂടെ അപകടകരമാം വിധം വാഹനമോടിച്ച വാഹന ഡ്രൈവർമാരുടെയും റെഡ് സിഗ്നൽ ലൈറ്റ് അവഗണിച്ച് വാഹനമോടിച്ചവരുടെയും ഉൾപ്പെടെ 12 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതായും എൻഫോഴ്സ്മെന്റ് RTO PA നസീർ അറിയിച്ചു. മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ വി ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി രാജേഷ്, സലീഷ് മേലപ്പാട്ട്, P അജീഷ് എന്നിവർ പങ്കെടുത്തു. മലബാർ ടൈംസ്, തിരുനാവായ.